Hey guys, it's me Prajamsha and welcome to my new video. ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ. വേറെ ആരുടെ അല്ല ബർത്ത്ഡേ, സംഗുവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മളെല്ലാവരും കൂടെ ഇന്ന് എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. ബർത്ത്ഡേക്ക് ആയിട്ട് എറണാകുളത്തേക്ക് പോകുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. കണ്ണൻ്റെ ഷിപ്പ് ഇന്ന് കൊച്ചിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ ഇന്ന് ഇറങ്ങുന്നുണ്ട്. കറക്റ്റ് എന്തോ ഭാഗ്യത്തിന് ബർത്ത്ഡേയുടെ അന്ന് തന്നെ അവൻ ഇറങ്ങാൻ പറ്റിയിട്ടോ. നമ്മൾ നേരെ പോയത് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലേക്കാണ്. അവിടെ നിന്ന് ഒരു പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ. ഇതാണ് ആ പോർട്ട്, സഹാരിക എന്നാണ്, ഐലൻഡിലാണ്. സോ നമ്മൾ അവിടെ ചെന്ന് അവരെ കാറിൽ നിന്ന് ഇറക്കിയിട്ട് കണ്ണനെ പിക്ക് ചെയ്യാനായിട്ട്, കണ്ണൻ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നിന്നായിരുന്നത്. കാരണം നമ്മൾ അവരോട് പറഞ്ഞത് കണ്ണൻ ഇറങ്ങിയിട്ടില്ല എന്നാണ്. പിന്നെ അവനെ ജസ്റ്റ് നമ്മൾ പിക്ക് ചെയ്ത് പിന്നെ കുറച്ച് സർപ്രൈസൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലുതൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിൽ സങ്കൂറൊന്ന് സർപ്രൈസ് ചെയ്യണമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് അവനെയും പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോയത് തോപ്പുംപടിയിലുള്ള കേക്ക് ഹട്ടിലേക്ക്. ഒരുപാട് കേക്കൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ആ ഒരു ഓറിയോ കേക്കും പാൻചോ കേക്കിലും ഫിക്സ് ചെയ്തു. പിന്നെ അതിൽ നിന്നുള്ള ഡൗട്ടായിരുന്നു ഏതെടുക്കണം എന്നുള്ളത്. ലാസ്റ്റ് കണ്ണൻ്റെ സജഷൻ പ്രകാരം നമ്മൾ വാൻജോ തന്നെയാണ് കേട്ടോ എടുത്തത്. പിന്നെ അവനെ കൊണ്ട് പേരും കാര്യങ്ങളൊക്കെ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് എഴുതി ചേർന്നത്. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ സാധനങ്ങളൊക്കെ ഡിക്കിയിൽ കയറ്റണം. ഇത് കൂടാതെ തന്നെ സംഭവനെ കാണാണ്ട് പല പല ഗിഫ്റ്റ് ഓരോരുത്തർ മേടിച്ചതൊക്കെ നമ്മൾ അടയ്ക്കടയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, പിന്നെ അതേപോലെ കുറച്ച് ബലൂണൊക്കെ മേടിച്ചു. അതൊക്കെ വീർപ്പിച്ച് അതിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ട് ആ വൃത്തിയേടൊക്കെ അങ്ങോട്ട് മാറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം. പിന്നെ കണ്ണൻ അവിടെ നിർത്തിയിട്ട് നമ്മൾ നേരെ അവരെ പിക്ക് ചെയ്യാനായിട്ട് പോയി. അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ണൻ അവർ കാണുന്നത് കേട്ടോ. പിന്നെ ആളുടെ കൈ ചെറുതായിട്ടൊന്ന് ചതഞ്ഞിരിക്കുവാണ്. ആൾ ഷിപ്പിൽ ജസ്റ്റ് ഒന്ന് വീണതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം സർപ്രൈസായിട്ടാണ് നമ്മളിതൊക്കെ കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ ആൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ എല്ലാവരും കൊടുത്തു. ഇതാണ് കണ്ണൻ കൊടുത്ത ഗിഫ്റ്റ്. അത് അവരുടെ കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. ഇതെനിക്ക് ചെയ്തതെന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഹസാഡ് ബയസ് എന്നാണ് ആളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ്. പിന്നെ പൊന്നു കൊടുത്തത് ഒരു ടോപ്പായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയി ഇതെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ. ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഇത്. നോക്കാം. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒതുക്കിയിട്ടായിരുന്ന വണ്ടികളിലുള്ള ചേട്ടന്മാർക്ക് കൊണ്ട് നമ്മൾ കേക്ക് കൊടുത്തായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എറണാകുളം മേനകയിലുള്ള സിലോൺ ബേ ഹൗസിലേക്കാണ് കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ടാണ്. മുന്നേ നമ്മൾ ഇവിടെ നിന്ന് മന്തി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ മന്തി തന്നെയാണ് ഇവിടെ, മസാല ഷവായ മന്തിയാണ് കേട്ടോ കഴിച്ചത്. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഇവിടുത്തെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഞങ്ങൾ പിന്നെ 4 പേര് മന്തിയും പറഞ്ഞു. കണ്ണന് പിന്നെ കൈക്ക് വയ്യാത്തതുകൊണ്ട് ആള് ഫ്രൈഡ് റൈസും പറഞ്ഞു. അങ്ങനെ ആൾ സ്പൂൺ കൊണ്ടൊക്കെ കോരി കോരി കഴിച്ചിട്ട് എന്നാലും ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ അമ്മേനെ എനിക്കൊക്കെയും നമ്മൾ കാറിലേക്ക് തന്നെ പറഞ്ഞയച്ചു. എന്നിട്ട് നമ്മൾ നേരെ ബ്രോഡ്വേയിലേക്ക് പോട്ടെ. നട്ടുച്ചയ്ക്ക് ബ്രോഡ്വേയിലേക്ക് കുറച്ച് കണ്ണന് ഷിപ്പിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇത്തിരി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഞങ്ങളും കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തി. നല്ല വെയിലായിരുന്നു, നല്ല ചൂടുമായിരുന്നു കേട്ടോ. ശരിക്കും പുഴുങ്ങി എടുത്ത പോലെയായി. കുറച്ച് നേരം ആ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തേരാപ്പാരയൊക്കെ നടന്നു. പിന്നെ ഓരോ കടകളിലൊക്കെ കയറി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറച്ച് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ നേരെ നമ്മൾ പോർട്ടിലേക്ക് തന്നെയാണ് പോയത്. കണ്ണനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ണൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സാണ്. ഇവരൊക്കെ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായില്ല. ഒരാളെ മാത്രമേ എനിക്ക് പരിചയമില്ലാത്തുള്ളൂ. ബാക്കി 2 പേര് കണ്ണൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കണ്ണൻ വർക്ക് ചെയ്യുന്ന ഷിപ്പ് കേട്ടോ. കോഡിലിയ എന്നാണ് ഷിപ്പിൻ്റെ പേര്. അവന് 3:30 തിരിച്ചു കയറണമായിരുന്നു. അപ്പോൾ പിന്നെ ആൾ തിരിച്ചു കയറി കേട്ടോ. പിന്നെ നമ്മളവനെ അവിടെ വിട്ടിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.